Hello friends, welcome back to Mubay's World. This is Mubashira Ismail. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്ജ സീഡ്സ് കുതിർത്ത് വെക്കലാണ്. ഞാൻ 2 ടീസ്പൂണോളം സബ്ജ സീഡ്സ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല, നമ്മുടെ വേർമിസെല്ലി കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 300 ഗ്രാമോളം വേർമിസെല്ലി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കുക്കായി വന്നാൽ നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരിപ്പയിലാണ് നമ്മളിത് അരിച്ചിട്ട് മാറ്റി വെക്കേണ്ടത്. നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കായിട്ടുള്ള വേർമിസെല്ലി ഒരിക്കലും കട്ട പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കുക്കായ വേർമിസെല്ലി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ 5 ടീസ്പൂണോളം സ്ട്രോബെറി ഫ്ലേവർ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ 1 ലിറ്റർ മിൽക്കാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതാ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് റോസ് മിൽക്കിൻ്റെ എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ റോസ് മിൽക്ക് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ കുക്കാക്കി വെച്ചിട്ടുള്ള വേർമിസെല്ലി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്ട്രോബെറിയുടെ കസ്റ്റാർഡ് പൗഡർ മിക്സാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പം സിമ്മിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. അപ്പം നമ്മൾ സിമ്മിലിട്ടിട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി വരുന്നതാണ്. ആ ഒരു സമയം വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 1.5 ടീസ്പൂണോളം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മീഡിയം ഭാഗത്തായിട്ട് ഞാനൊരു കുഞ്ഞു ബോർഡർ ചോക്ലേറ്റ് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാട്ടോ, കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലെയറൊക്കെ നിങ്ങൾക്ക് ഇഷ്ട രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലെയർ ചെയ്തെടുക്കുമ്പം ഐസ്ക്രീമും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഐസ്ക്രീമും കൂടെ യൂസ് ചെയ്യുമ്പം. എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാനിപ്പോൾ ഐസ്ക്രീം യൂസ് ആക്കുന്നില്ല, കസ്റ്റാർഡ് മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറി കൂടെ കുത്തി കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം 3 ഓപ്ഷൻസ് കൂടെ കാണാം. അതിൽ ഓൺലൈൻ ഓപ്ഷൻസ് എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.